നാളെ ഹരിയാനയിലെ പഞ്ച്കുലയിൽ അതിശക്തമായ ബോംബ് പരീക്ഷണം നടത്താൻ ഒരുങ്ങി പ്രതിരോധ ഗവേഷണ വികസന സംഘടന. ഞായറാഴ്ച രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് പരീക്ഷണം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രദേശവാസികൾ വീടിനുള്ളിൽ തന്നെ കഴിയാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം സ്ഫോടനത്തിന്റെ ആഘാതം വളരെ ശക്തമായിരിക്കുമെന്നതാണ് ഇതിന്റെ ഒരു തെളിവായി തന്നെ വ്യക്തമാക്കുന്നത്. നാളെ പഞ്ച്കുല ജില്ലയിൽ ഭാനു ബില്ല ഗ്രാമങ്ങളിലെ താമസക്കാർ പരീക്ഷണ സമയത്ത് വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. സർക്കാർ വലിയ രീതിയിലുള്ള അഭ്യർത്ഥനയാണ് നടത്തിയിരിക്കുന്നത്. കർശനമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ അനുസരിച്ചായിരിക്കും മുഴുവൻ പരീക്ഷണ പ്രക്രിയയും നടക്കുക. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയുടെ പഞ്ച്കുല റാംഗഡയിലുള്ള ലോഞ്ചിനാണ് ഈ സ്ഫോടക വസ്തു പരീക്ഷണം നടക്കുന്നത്. ഏകദേശം 5500 ഏക്കറിലായി തന്നെ പരന്നു കിടക്കുന്ന റാംഗഡ് ടെസ്റ്റ് ലോഞ്ച് ഇന്ത്യയുടെ മിസൈലുകളുടെയും മറ്റ് യുദ്ധ ഉപകരണങ്ങളുടെയും സ്ഫോടന ശേഷിയും പ്രഹരശേഷിയും പരിശോധിക്കുന്നതിനുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ നിരീക്ഷണത്തിലാണ് പരീക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നത് എന്നതാണ് ഇപ്പോൾ DRDO ശാസ്ത്രജ്ഞർ നൽകുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കുന്നത്. സ്ഫോടനം ആത്യന്ത്യം ശക്തമുള്ളതായിരിക്കും. സ്ഫോടനത്തെ തുടർന്നുകൊണ്ട് തന്നെ ബോംബിന്റെ അവശിഷ്ടങ്ങളും മറ്റ് ഘടനകളെല്ലാം തന്നെ വായുവിൽ ഏകദേശം 1.5 കിലോമീറ്റർ ഉയരത്തിലേക്ക് വരെ തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ സ്ഫോടന സ്ഥലത്ത് നിന്ന് അവിടെ ചുറ്റുമുള്ള 2 കിലോമീറ്റർ പ്രദേശം അപകട സാധ്യതാ മേഖലയായി തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരീക്ഷണ സമയത്ത് ഈ മേഖലകളിലൂടെയുള്ള ജനങ്ങളുടെയും വാഹനങ്ങളുടെയും സഞ്ചാരം പൂർണ്ണമായും തന്നെ നിയന്ത്രണ വിധേയമാക്കും. വളർത്തു മൃഗങ്ങളെ തുറന്നു വിടരുതെന്നും ജനലുകൾക്കും വാതിലുകൾക്കും സമീപം നിൽക്കരുതെന്നും പ്രാദേശിക ഭരണകൂടം ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ പ്രദേശത്ത് പോലീസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കിംവദന്തികൾക്ക് ചെവി കൊടുക്കരുതെന്നും അധികൃതർ നൽകുന്ന എല്ലാ സുരക്ഷാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നും താമസക്കാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പരീക്ഷണത്തിനിടെ ഉണ്ടാകുന്ന ബോംബ് അവശിഷ്ടങ്ങൾ 1.5 കിലോമീറ്റർ വരെ വായുവിലേക്ക് കലരാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയത്. മേഖലയ്ക്ക് ചുറ്റും ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ അപകട മേഖലയായി, അതായത് ആ സ്ഥലങ്ങളെല്ലാം അപകട മേഖലയായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ പരീക്ഷണ കാലയളവിൽ നിയന്ത്രിത മേഖലയിലേക്കുള്ള പ്രവേശനം, അവിടെ നിരീക്ഷണം നടത്തുമെന്നതാണ് ഇപ്പോൾ DRDO അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.